റേഡിയോ ലൈമിന്റെ പ്രിയ ശ്രോതാക്കൾക്ക് വീക്ക്ലി വിത്ത് അയനാടൻ എന്ന ഷോയിലേക്ക് സ്വാഗതം. പോയ വാരത്തെ പ്രധാന സംഭവങ്ങളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഈ വാർത്താധിഷ്ഠിത പരിപാടിയിൽ നിങ്ങളോടൊപ്പമുള്ളത് ലിൻസ് അയനാടൻ. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ തങ്ങളുടെ വ്യോമത്താവളങ്ങളെ ആക്രമിച്ചുവെന്ന് സ്ഥിരീകരിച്ച് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫാണ് ഇക്കാര്യം തുറന്നു പറഞ്ഞത്. പാകിസ്ഥാൻ തലസ്ഥാനമായി ഇസ്ലാമാബാദിൽ നടന്ന ഒരു പരിപാടിയിലായിരുന്നു പ്രധാനമന്ത്രി ഇക്കാര്യം തുറന്നു സമ്മതിച്ചത്. മെയ് 9-നും 10-നും ഇടയിലുള്ള രാത്രിയിൽ മിലിറ്ററി ജനറൽ അസീം മുനീർ തന്നെ വിളിച്ചെന്നും ഇന്ത്യയുടെ ബാലിസ്റ്റിക് മിസൈലുകൾ നൂർഖാൻ എയർബേസുകൾ അടക്കമുള്ളവയെ ആക്രമിച്ചുവെന്നും പറഞ്ഞു. തിരിച്ചടിക്കുമെന്ന ആത്മവിശ്വാസത്തോടുകൂടിയാണ് മിലിറ്ററി ജനറൽ ഇക്കാര്യം പറഞ്ഞതെന്നും പാക് പ്രധാനമന്ത്രി പറഞ്ഞു. റാവൽപിണ്ടിയിലെ നൂർഖാൻ എയർബേസ്, സർഗോദിലെ PF ബേസ് മുഷറഫ്, ബോളാരി എയർ സ്പേസ് ബേസ് ഷഹബാസ് എന്നിവയാണ് ഇന്ത്യ ആക്രമിച്ച വ്യോമത്താവളങ്ങൾ. തകർന്നു കിടക്കുന്ന വ്യോമത്താവളങ്ങളുടെ ചിത്രങ്ങളും ഇന്ത്യ പുറത്തുവിട്ടിരുന്നു. മെയ് 10-ന് പാകിസ്ഥാൻ സൈന്യത്തിന്റെ വക്താവ് അഹമ്മദ് ഷെരീഫും ഇന്ത്യ വ്യോമത്താവളങ്ങൾ ആക്രമിച്ചെന്ന് പറഞ്ഞിരുന്നു. പാക് വ്യോമസേനയുടെ അടിസ്ഥാന സൗകര്യങ്ങളിൽ 20% നാശം ഇന്ത്യ ഉണ്ടാക്കി. ലാഹോറിലേതുൾപ്പെടെ പാക് വ്യോമ കേന്ദ്രങ്ങളാണ് ഇന്ത്യ ആക്രമിച്ചത്. പാകിസ്ഥാൻ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾക്കുള്ള തിരിച്ചടിയായിരുന്നു ഇത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കുടിയേറ്റക്കാരോടുള്ള സമീപനത്തോട് വിയോജിച്ച് US നിന്നുള്ള ആദ്യ മാർപ്പാപ്പ ലിയോ 14 കുടിയേറ്റക്കാരുടെ അന്തസ്സ് മാനിക്കപ്പെടണമെന്ന് അദ്ദേഹം പറഞ്ഞു. US അനധികൃത കുടിയേറ്റക്കാരെ ട്രംപ് സർക്കാർ നിർബന്ധിച്ച് നാടുകടത്തുന്ന സാഹചര്യത്തിലാണ് മാർപ്പാപ്പയുടെ ഈ വാക്കുകൾ. വെള്ളിയാഴ്ച വത്തിക്കാനിൽ വിവിധ രാജ്യങ്ങളുടെ നയതന്ത്ര പ്രതിനിധികളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. 180 രാജ്യങ്ങളുമായി വത്തിക്കാന് നയതന്ത്ര ബന്ധമുണ്ട്. മെച്ചപ്പെട്ട ജീവിത സാഹചര്യം തേടി മറ്റു രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്നവരുടെ സഹാനുഭൂതിയും ഐക്യദാർഢ്യവും പ്രകടിപ്പിക്കാനുള്ള മനസ്സ് തന്റെ തന്നെ ജീവിത പശ്ചാത്തലത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണെന്ന് അദ്ദേഹം പറഞ്ഞു. എന്റെ കഥ തന്നെ അത്തരമൊരു പൗരന്റേതാണ്. കുടിയേറ്റക്കാരുടെ പിൻഗാമി, പിന്നീട് പ്രവാസം തെരഞ്ഞെടുത്തവൻ, അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വിവാഹബന്ധമാണ് സമൂഹത്തിന്റെ അടിത്തറയെന്ന സഭയുടെ പരമ്പരാഗത അനുശാസനം ലിയോ 14 മാർപ്പാപ്പയും ആവർത്തിച്ചു. റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ നിർണായക വഴിത്തിരിവ്. വെടിനിർത്തൽ കരാറിൽ നിർണായക തീരുമാനമെടുക്കുന്നതിനും സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനും ഇന്നലെ ഇസ്താംബൂളിൽ നടന്ന ചർച്ച ഫലം കണ്ടില്ല. മറിച്ച് 1000 യുദ്ധ തടവുകാരെ വീതം കൈമാറാൻ തീരുമാനമായി. 2 മണിക്കൂറിൽ താഴെ മാത്രം നീണ്ടുന്ന ചർച്ചകൾക്കൊടുവിലായിരുന്നു നിർണായകമായ ഈ തീരുമാനം. ചർച്ചയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും പങ്കെടുത്തില്ല. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും യൂറോപ്യൻ നേതാക്കന്മാരുടെയും സമ്മർദ്ദം കാരണമായിരുന്നു ഇരു നേതാക്കളും നേരിട്ടുള്ള ചർച്ചയ്ക്ക് തയ്യാറായത്. നേരിട്ട് ചർച്ചകൾ നടത്താമെന്ന് പുടിൻ തന്നെയാണ് ആദ്യം നിർദ്ദേശിച്ചത്. പിന്നാലെ സെലൻസ്കിയും ഇതിനെ സമ്മതിക്കുകയായിരുന്നു. പിന്നീട് റഷ്യൻ ഉപദേശകനായ മെഡൻസ്കിയാണ് ചർച്ചകളിൽ പങ്കെടുക്കുക എന്ന് പുടിൻ അറിയിച്ചതിന് പിന്നാലെ സെലൻസ്കിയും ചർച്ചയിൽ നിന്ന് പിന്മാറുകയായിരുന്നു. യുക്രൈൻ പ്രതിരോധ മന്ത്രിയാണ് യുക്രൈനെ പ്രതിനിധീകരിച്ച ചർച്ചയിൽ പങ്കെടുത്തത്. ഇരു നേതാക്കളും പങ്കെടുക്കാത്ത ചർച്ചയിൽ വലിയ പ്രതീക്ഷകളൊന്നും US ഗവൺമെന്റ് കാണുന്നില്ല. അതോടൊപ്പം യുക്രൈന്റെ പാശ്ചാത്യ സഖ്യകക്ഷികളും റഷ്യയുടെ നിലപാടിനെ അപലപിച്ചു. സമാധാന ചർച്ചകളിൽ റഷ്യയുടെ നിലപാട് അസ്വീകാര്യമാണ് എന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയ്മർ സ്റ്റാമർ പ്രതികരിച്ചിട്ടുണ്ട്. നാട്ടിലെ വിശേഷങ്ങൾ. ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലവും അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിനെതിരായ ഇന്ത്യയുടെ പോരാട്ടവും വിശദീകരിക്കാൻ വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുന്നതിന് 7 പ്രതിനിധി സംഘങ്ങൾ രൂപീകരിച്ചു. UN രക്ഷാസമിതിയിലെ അംഗരാജ്യങ്ങൾ ഉൾപ്പെടെ പ്രധാന പങ്കാളി രാജ്യങ്ങൾ ഈ സർവകക്ഷി സംഘങ്ങൾ സന്ദർശിക്കുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. ഈ മാസം അവസാനത്തോടെയാകും സന്ദർശനം. ഭീകരവാദത്തിനെതിരായി വിട്ടുവീഴ്ചയില്ലാത്ത രാജ്യത്തിന്റെ ശക്തമായ സന്ദേശം അവർ ലോകത്തിനു മുന്നിൽ എത്തിക്കുമെന്നും കേന്ദ്ര പാർലമെന്ററി കാര്യ മന്ത്രാലയം ഇറക്കിയ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. 7 സംഘങ്ങളിൽ ഒന്നിനെ തിരുവനന്തപുരം MP-യും കോൺഗ്രസ് നേതാവുമായ ശശി തരൂരാവും നയിക്കുക. വിവിധ പാർട്ടികളിൽ നിന്നുള്ള പ്രതിനിധികളാണ് ഓരോ സംഘത്തെയും നയിക്കുന്നത്. വിവിധ പാർട്ടിയിൽ നിന്നുള്ള പാർലമെന്റ് അംഗങ്ങൾ, പ്രമുഖ രാഷ്ട്രീയ വ്യക്തികൾ, നയതന്ത്രജ്ഞർ എന്നിവർ ഓരോ പ്രതിനിധി സംഘത്തിന്റെയും ഭാഗമാകുമെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. അതേസമയം പാർട്ടി നിർദ്ദേശിക്കാത്ത തരൂരിനെ പ്രതിനിധി സംഘത്തിനെ നയിക്കാൻ നിയോഗിച്ചതിൽ കോൺഗ്രസിന് അതൃപ്തിയുണ്ട്. പ്രതിനിധികളെ സംഘത്തിലേക്ക് ആളുകളെ നിർദ്ദേശിക്കണമെന്ന് കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ പാർട്ടികളോട് ആവശ്യപ്പെട്ടിരുന്നു. അതുപ്രകാരം കോൺഗ്രസ് നൽകിയത് 4 പേരടങ്ങുന്ന പട്ടികയാണ്. അതിൽ ശശി തരൂരിന്റെ പേര് ഉൾപ്പെടുത്തിയിരുന്നില്ല. പക്ഷേ കോൺഗ്രസ് നിർദ്ദേശമില്ലാതെ തന്നെ തരൂരിനെ പ്രതിനിധി സംഘത്തിന്റെ നേതാവാക്കി വിദേശത്തേക്ക് അയക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം. തരൂർ ഇതിനനുകൂലമായ നിലപാടാണ് എടുത്തിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ പേരിൽ കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ ശ്രമിക്കുന്നുവെന്ന് കോൺഗ്രസ്. പാകിസ്ഥാനെതിരായി ഇന്ത്യയുടെ സൈനിക നടപടിയെ പിന്തുണച്ചിട്ടും കോൺഗ്രസിനെ അപകീർത്തിപ്പെടുത്തുകയാണ് എന്ന് കമ്മ്യൂണിസ്റ്റ് ചുമതലയുള്ള AIC ജനറൽ സെക്രട്ടറി ജയറാം രമേശ് ആരോപിച്ചു. ഓപ്പറേഷൻ സിന്ദൂരിൽ നിന്ന് രാഷ്ട്രീയ നേട്ടം കൈവരിക്കുന്നതിനായി മെയ് 25-ന് പ്രധാനമന്ത്രി NDA മുഖ്യമന്ത്രിമാരുടെ മാത്രം ഒരു യോഗം വിളിച്ചു ചേർത്തിരിക്കുകയാണ്. അതേസമയം പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകരതയ്ക്കെതിരെ ഇന്ത്യയുടെ നിലപാട് വിശദീകരിക്കുന്നതിനായി എല്ലാ പാർട്ടികളും MP-മാർ വിദേശത്തേക്ക് ഒരു പ്രതിനിധി സംഘമായി പോകണമെന്നും അദ്ദേഹം ഇപ്പോൾ ആവശ്യപ്പെടുന്നുണ്ട് എന്നും ജയറാം രമേശ് വിമർശനമുയർത്തി. എന്നാൽ ദേശീയ സുരക്ഷാ വിഷയങ്ങളെ തങ്ങൾ BJP-യെ പോലെ രാഷ്ട്രീയവൽക്കരിക്കില്ല എന്നും കോൺഗ്രസ് പ്രതിനിധി സംഘങ്ങളുടെ ഭാഗമായിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മധ്യപ്രദേശ് മന്ത്രി വിജയ് ഷായ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി സുപ്രീംകോടതി. പഹൽഗാം ഭീകരാക്രമണത്തിന് രാജ്യം നൽകിയ തിരിച്ചടി ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ച കേണൽ സോഫിയ ഖുറേഷിയെക്കുറിച്ച് നടത്തിയ പരാമർശത്തിലാണ് സുപ്രീംകോടതി ഷായെ നിശിതമായി വിമർശിച്ചത്. തനിക്കെതിരായ നിയമ നടപടികൾ മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഷാ സമർപ്പിച്ച ഹർജി പരിഗണിക്കുകയായിരുന്നു ചീഫ് ജസ്റ്റിസ് BR ഗവായുടെ വിമർശനം. വിജയ് ഷായുടെ പരാമർശം അംഗീകരിക്കാനാകില്ല എന്നും ഭരണഘടനാ പദവി വഹിക്കുന്നവർ സംസാരത്തിൽ മിതത്വം പാലിക്കണമെന്നും ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. ഇൻഡോറിൽ നടന്നൊരു പൊതുപരിപാടിക്കിടെയായിരുന്നു വിജയ് ഷായുടെ വിവാദ പരാമർശം. സോഫിയ ഖുറേഷിയെ ഭീകരരുടെ സഹോദരി എന്ന വിധത്തിൽ പരാമർശിച്ചതാണ് വിവാദമായത്. പരാമർശം വിവാദമായതോടെ മന്ത്രി മാപ്പ് പറഞ്ഞിരുന്നു. നിശിതമായ ഭാഷയിലാണ് കോടതി ഷായെ വിമർശിച്ചത്. രാജ്യം ഇപ്പോൾ കടന്നുപോകുന്ന സാഹചര്യത്തിൽ ഇത്തരം പരാമർശങ്ങൾ ഒരിക്കലും ന്യായീകരിക്കപ്പെടുന്നതല്ല എന്നും ബെഞ്ച് നിരീക്ഷിച്ചു.
കോഴിക്കോട് നോർത്ത് മുൻ MLA എ പ്രദീപ് കുമാറിനെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ചു. KK രാഗേഷ് കണ്ണൂർ ജില്ലാ സെക്രട്ടറിയെ ചുമതലയേറ്റെടുത്തതിന് പിന്നാലെ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനം രാജിവെച്ചിരുന്നു. തുടർന്നാണ് പ്രദീപ് കുമാറിനെ നിയമിച്ചിരിക്കുന്നത്. DYFI നേതാവായാണ് പ്രദീപ് കുമാർ രാഷ്ട്രീയത്തിൽ സജീവമായത്. പിന്നീട് ജനപ്രതിയായ ശേഷം പ്രദീപ് കുമാർ കൊണ്ടുവന്ന പല പദ്ധതികളും ശ്രദ്ധേയമായിരുന്നു. വിദ്യാർത്ഥി യുവജന സംഘടനയിലൂടെ രാഷ്ട്രീയത്തിലെത്തിയ നേതാവാണ് എ പ്രദീപ് കുമാർ. DYFI അഖിലേന്ത്യാ പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുണ്ട്. കോഴിക്കോട് നോർത്തിൽ നിന്നും 2006-ലും 2011-ലും 2016-ലും MLA ആയി നിയമസഭയിൽ എത്തിയിട്ടുണ്ട്. നടക്കാവ് സ്കൂളിനെ അന്താരാഷ്ട്ര സ്കൂളാക്കി മാറ്റിയതടക്കം പ്രിസം പദ്ധതിയിലെ പ്രവർത്തനങ്ങൾ പ്രദീപ് കുമാറിന്റെ MLA കാലത്തെ ശ്രദ്ധേയമാക്കുന്ന കാര്യങ്ങളാണ്. സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്ന സംസ്ഥാന സർക്കാരിന് മേൽ വീണ്ടും ഇരുട്ടടിയായി കേന്ദ്ര സർക്കാർ. അധികമായി കടമെടുക്കാൻ സാധിക്കുന്ന തുകയിൽ നിന്ന് 3300 കോടി രൂപ കേന്ദ്രം വെട്ടിക്കുറച്ചു. റിഡംഷൻ ഫണ്ട് രൂപീകരിച്ചില്ല എന്നതാണ് ഇത്രയും പണം വെട്ടിക്കുറയ്ക്കാൻ കാരണമായി പറയുന്നത്. വിവിധ സ്ഥാപനങ്ങളുടെ വായ്പയ്ക്ക് സർക്കാർ ഗ്യാരണ്ടി നിൽക്കുന്നതിനുള്ള ഫണ്ടാണ് റിഡംഷൻ ഫണ്ട്. ഈ വർഷം സംസ്ഥാനത്തിന് ആകെ കടമെടുക്കാവുന്ന തുക 29,529 കോടി രൂപയാണ്. ഇത് അറിയിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ കത്ത് നൽകിയതിന് പിന്നാലെയാണ് തുക വെട്ടിക്കുറയ്ക്കുന്ന കാര്യവും അറിയിച്ചത്. കിഫ്ബി അടക്കമുള്ള സ്ഥാപനങ്ങളുടെ കടമെടുപ്പിലും കേന്ദ്രം വിരുദ്ധ നിലപാട് സ്വീകരിച്ചതിന് പിന്നാലെയാണ് ഈ നടപടി വന്നിരിക്കുന്നത്. കായിക വിശേഷങ്ങൾ. ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് മുൻ ഇന്ത്യൻ നായകൻ വിരാട് കോഹ്ലി സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റ് പങ്കുവച്ചാണ് താരം വിരമിക്കൽ വിവരം പ്രഖ്യാപിച്ചത്. ഇത് എളുപ്പമല്ല എന്നും ടെസ്റ്റ് ക്രിക്കറ്റ് താൻ പ്രതീക്ഷയിലേറെ തനിക്ക് തിരിച്ചു തന്നെന്നും കോഹ്ലി പോസ്റ്റിൽ പറഞ്ഞു. മുൻ ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മയ്ക്ക് പിന്നാലെയാണ് കോഹ്ലിയും ടെസ്റ്റ് ക്രിക്കറ്റിന്റെ പടിയിറങ്ങുന്നത്. നേരത്തെ തന്നെ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് കോഹ്ലി വിരമിക്കാനുള്ള തീരുമാനമെടുത്തതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. പിന്നാലെ തീരുമാനത്തിൽ നിന്ന് പുനരാലോചന നടത്താൻ ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും കോഹ്ലി വഴങ്ങാൻ തയ്യാറായില്ല. ഇംഗ്ലണ്ട് പര്യടനത്തിൽ കളിക്കണമെന്നാണ് സെലക്ടർമാർ ആവശ്യപ്പെട്ടതെങ്കിലും അതിനെ കാത്തുനിൽക്കാതെ കോഹ്ലി ടെസ്റ്റിൽ നിന്ന് പടിയിറങ്ങാനുള്ള തീരുമാനമെടുക്കുകയായിരുന്നു. ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച കളിക്കാരിൽ ഒരാളാണ് വിരാട് കോഹ്ലി. റെഡ് ബോൾ ക്രിക്കറ്റിലും കോഹ്ലിയുടെ പ്രകടനങ്ങൾക്ക് സമാനതകളില്ല. ടെസ്റ്റിൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ വിജയങ്ങളിലേക്ക് നയിച്ച നായകനായി കോഹ്ലി മാറുകയായിരുന്നു. ടെസ്റ്റിൽ ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ റൺസ് നേടിയ 4ാമത്തെ താരമാണ് കോഹ്ലി. സച്ചിൻ ടെണ്ടുൽക്കർ, രാഹുൽ ദ്രാവിഡ്, സുനിൽ ഗവാസ്കർ എന്നിവരാണ് പട്ടികയിൽ കോഹ്ലിയുടെ മുന്നിലുള്ളത്. ഇന്ത്യൻ ഫുട്ബോളിൽ 2025-26 സീസണിലേക്കുള്ള ക്ലബ്ബ് ലൈസൻസ് നഷ്ടപ്പെട്ട് കേരള ബ്ലാസ്റ്റേഴ്സ്. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിനാലാണ് അപേക്ഷ നിരസിക്കപ്പെട്ടത്. പ്രശ്നം പരിഹരിക്കാൻ ബന്ധപ്പെട്ടവരുമായി ചർച്ച നടത്തുമെന്നും പരിഹാരം കാണുമെന്നും അപ്പീൽ നൽകുമെന്നും ക്ലബ്ബ് വ്യക്തമാക്കിയിട്ടുണ്ട്. അപേക്ഷ നിരസിക്കപ്പെട്ട ക്ലബ്ബുകൾക്ക് ബാധകമായ ലൈസൻസിംഗ് ചട്ടങ്ങൾ അനുസരിച്ച് അപ്പീൽ നൽകാൻ അവസരമുണ്ട്. അതേസമയം ബ്ലാസ്റ്റേഴ്സിന്റെ അടക്കം 7 ടീമുകൾക്കാണ് ലൈസൻസ് നഷ്ടമായിരിക്കുന്നത്. ഈ ആഴ്ചയിലെ വാർത്താധിഷ്ഠിത പരിപാടി ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച ഇതേ സമയം നിങ്ങളോടൊപ്പം ഉണ്ടാകുന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം ലിൻസ് ഐനാടൻ.